ശബരിമല സംഘടിത സ്വർണ്ണ കവർച്ച കേസിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് ശ്രീകുമാറിന് ജാമ്യം. വിജിലൻസ് കോടതിയാണ് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. അറസ്റ്റിലായി 50 ദിവസം ആകുന്നതിന് മുമ്പാണ് ജാമ്യം അനുവദിച്ചത്. ഇതോടെ സ്വർണ്ണ കവർച്ച കേസിൽ 2 പേർക്ക് 2 പ്രതികൾക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്ന സാഹചര്യം വന്നിരിക്കുകയാണ്. വിവരങ്ങളുമായി എം മനോജ് ചേരുകയാണ്. മനോജ് പറയൂ. ഈ മുരാരി ബാബുവിന് പിന്നാലെ തന്നെ എസ് ശ്രീകുമാറും ജയിൽ മോചിതനാകാൻ പോവുകയാണ്. അതായത് ഈ കേസിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന ദ്വാരപാലക ശില്പ കേസിൽ 6ാം പ്രതിയായിരുന്ന ശ്രീകുമാറിനാണ് ഇന്ന് വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചു നൽകിയത്. അതായത് ഈ ജാമ്യ ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത് മുരാരി ബാബുവിന് പിന്നാലെ തന്നെ താൻ ജോലിയിൽ പ്രവേശിച്ചു. അതായത് ഈ സ്വർണ്ണക്കടത്ത് നടക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപാണ് ജോലിയിൽ പ്രവേശിച്ചത്. ഉന്നത ഉദ്യോഗസ്ഥരെ നിർദ്ദേശപ്രകാരം, അതായത് ഈ ശ്രീകുമാറിന്റെ മേലുദ്യോഗസ്ഥർ പറഞ്ഞതനുസരിച്ചാണ് ഒപ്പിട്ടതെന്നും ഈ തനിക്ക് നേരിട്ട് ഈ സ്വർണ്ണക്കൊള്ളയിൽ പങ്കില്ല എന്നുമാണ് ഈ ശ്രീകുമാർ ജാമ്യ ഹർജിയിലൂടെ പറഞ്ഞിരുന്നത്. കോടതി ഇത് മുഖവിലേക്ക് എടുക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അറസ്റ്റിലായി 43ാം ദിവസം ഈ ശ്രീകുമാറിന് ജാമ്യം അനുവദിച്ചു നൽകിയിട്ടുള്ളത്. മറ്റ് പ്രതികൾക്കൊക്കെ 90 ദിവസം കഴിഞ്ഞ സ്വാഭാവിക ജാമ്യമാണ് ലഭിച്ചിട്ടുള്ളത്. കേസിൽ ആദ്യമായാണ് ഒരു പ്രതിക്ക് ഈ 90 ദിവസം ആകുന്നതിന് മുമ്പ് തന്നെ ജാമ്യം ലഭിക്കുന്നത്. എന്തായാലും വിജിലൻസ് കോടതിയിൽ ഇന്ന് KP ശങ്കർദാസിനെ കൂടെ ഹാജരാക്കിയിരുന്നു. അതായത് ഈ റിമാൻഡ് കാലാവധി കഴിഞ്ഞതിനാൽ വീണ്ടും ഹാജരാക്കി 14 ദിവസത്തേക്ക് കൂടെ റിമാൻഡ് ചെയ്തു. ഹോസ്പിറ്റലിൽ വെച്ചാണ് ഈ KP ശങ്കർദാസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതും മറ്റ് റിമാൻഡ് നടപടികളൊക്കെ ചെയ്യുന്നതും. ആദ്യമായാണ് ഈ ശങ്കർദാസിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളത്. വീൽ ചെയറിലായിരുന്നു കോടതിക്കുള്ളിലേക്ക് ഈ ശങ്കർദാസിനെ എത്തിച്ചിട്ടുള്ളത്. മുൻ ദേവസ്വം ബോർഡ് അംഗം കൂടെയായിരുന്നു ഈ KP ശങ്കർദാസ്. എന്തായാലും അതോടൊപ്പം മറ്റൊരു കാര്യം കൂടെ പറയേണ്ടത്, ഈ സുധീഷ് കുമാറിന്റെ റിമാൻഡ് കാലാവധി 90 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. സുധീഷ് കുമാറും ഉടൻ ജാമ്യ ഹർജി സമർപ്പിക്കും. സുധീഷ് കുമാറിനും സ്വാഭാവികമായുള്ള ജാമ്യം അനുവദിച്ചു കിട്ടും. നേരത്തെ മുരാരി ബാബുവിന് ജാമ്യം കിട്ടിയിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദ്വാരപാലക ശില്പ കേസിൽ ജാമ്യം കിട്ടിയിരുന്നു. അതോടൊപ്പം തന്നെ ഇനി മറ്റൊരു കേസിനും കൂടെ കാത്തിരിക്കുകയാണ്. ഈ ജാമ്യമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഈ ജയിൽ മോചിതരാകുന്ന പ്രതികളുടെ എണ്ണം കൂടുമെന്നുള്ളതാണ്. അതേസമയം തന്നെ SIT ഇതുവരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ പ്രധാന കാരണം. ഈ പ്രതികൾക്കൊക്കെ ജാമ്യം കിട്ടാൻ കൂടുതൽ സാധ്യതയും ഇത് തന്നെയാണ്. മനോജാണ് വിശദാംശങ്ങൾ നൽകിയത്.